നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ സ്വന്തമാക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവവചനത്തിന്റെ തണലിൽ ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ അഭിഷേകമായി പകർന്നു നൽകുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ പറയുന്നുണ്ട് 119-ാം സങ്കീർത്തനം 18-ാം തിരുവചനത്തിൽ, കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ മഹത്വം ദർശിക്കുവാനായി എന്റെ കണ്ണുകളെ തുറക്കണമേ. എത്രയോ സുന്ദരമായൊരു പ്രാർത്ഥനയാണിത്. ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മുടെ ഒരു മനോഭാവം ഇത് തന്നെ ആകട്ടെ. കർത്താവേ, നിന്റെ വചനത്തിന്റെ മഹത്വം ദർശിക്കുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്കും ഈ മണിക്കൂറുകളിൽ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തെക്കുറിച്ചാണ്. ഈ കാലയളവിൽ, ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മുടെ ജീവിതങ്ങളോട് ആത്മാവ് വിളിച്ചു പറയാ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മൾ കേൾക്കുന്ന ഈ വചനം അഭിഷേകമായി, ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും കത്തിപ്പടരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകരോടും വിശുദ്ധരോടും അപ്പോസ്തലന്മാരോടും നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. അടുത്തായാലും അകലെയായാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. വചനം പറയുകയാണ്, അടുത്തായാലും അകലെയായാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൗലോസ് പറയാണ്, എന്റെ ജീവിതത്തിന് ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ കർത്താവിനെ സന്തോഷിപ്പിക്കുക, എന്റെ കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം കൊടുക്കുക, അത് ദൈവത്തിന്റെ പ്രസാദകരമായ ജീവിതമായി എന്റെ ജീവിതം മാറ്റപ്പെടുക. ഇതാണ് എന്റെ ലക്ഷ്യമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യവും ഇത് തന്നെയാകണം. കർത്താവിന് പ്രസാദകരമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാനാണ് ഇന്ന് ദൈവം ഏറെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തോട് ബന്ധത്തിൽ എടുത്ത് പഠിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിൽ വളരെ കർത്താവിനു വേണ്ടി നിന്ന, കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച് ജീവിച്ച ഒരു പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ ദൈവം കൃപാലുവാണ് എന്നാണ്. 1-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ എന്താണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്? യൂദാ രാജാവായ യെഹോയാക്കീമിന്റെ 3-ാം ഭരണവർഷം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു. ഈ വചനം ജെറമ്യ പ്രവാചകന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു പ്രവചനത്തിന് പൂർത്തീകരണമായിരുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, ഈ ജനം, ഇസ്രായേൽ ജനം ബാബിലോൺ രാജാവിനെ 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ജെറമിയയുടെ കാലത്ത് തന്നെ ഈ പ്രവചനം സംഭവിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ വചനത്തിൽ വായിച്ചു കേട്ടത്. യെഹോയാക്കീമിന്റെ 3-ാം ഭരണവർഷം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാ, ജെറുസലേമിനെ ആക്രമിക്കുകയാ. ഇസ്രായേൽ അടിമത്തത്തിലാവുകയാ. ദൈവത്തിന്റെ സ്വന്തം ജനം അവർ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലായി.
3ഉം 4ഉം തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ നെബൂഖദ്നേസർ രാജാവ് ഷണ്ഡന്മാരുടെ നായകനോട് കൽപ്പിക്കുകയാ. എന്താണ് രാജാവ് കൽപ്പിച്ചത്? രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക. അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരുമായ യുവാക്കളായിരിക്കണം. കൽദായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം. രാജാവിന്റെ കൽപ്പന പ്രകാരം ഷണ്ഡന്മാരുടെ നായകൻ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ബാബിലോണിലേക്ക് പ്രവാസിയായി ദാനിയേൽ കടന്നു വരുന്നത്. ദാനിയേലിന് കൂടെ 3 കൂട്ടുകാരുടെ പേര് നമുക്ക് കാണാം: അസറിയ, മിഷായേൽ, ഹനനിയ. അങ്ങനെ ദാനിയേലും അവന്റെ കൂട്ടുകാരും ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. പക്ഷേ ദാനിയേലിന് ഒരു തീരുമാനമുണ്ടായിരുന്നു. താൻ എവിടെയായിരുന്നാലും താൻ തന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും. ദൈവത്തിന് പ്രസാദകരമുള്ള ജീവിതമായി എന്റെ ജീവിതത്തെ ഞാൻ മാറ്റും. ഈ ഒരു ഉറച്ച തീരുമാനം ദാനിയേലിനുണ്ടായിരുന്നു. ബാബിലോണിലേക്ക് പ്രവാസിയായി ദാനിയേൽ പോകുന്ന സമയത്ത് ദാനിയേലിന്റെ പ്രായം, അവനൊരു ടീനേജറാ, കൗമാര പ്രായത്തിലുള്ളവനാ. ഒരു 18-19 വയസ്സ് പ്രായം കാണും അവന്. ഈ സമയത്ത് ഇപ്രകാരം രാജകൊട്ടാരത്തിൽ കടന്നു വന്നിട്ടുള്ള പ്രവാസികളായി വന്നിട്ടുള്ള യുവാക്കൾക്ക് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനോടുകൂടെ അത്താഴം കഴിക്കുവാനുള്ള പ്രത്യേകമായ ക്ഷണം അവർക്ക് ലഭിച്ചിരുന്നു. ദാനിയേലിന്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയായിരുന്നു. ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളും കൗമാര പ്രായത്തിലുള്ളവരും ദമ്പതികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവിത വിശുദ്ധി. കർത്താവിനെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹവും ഭാരവും നമുക്കുണ്ടാകണം. ദാനിയേൽ തീരുമാനിച്ചു. വാക്യം 8 പറയുകയാണ്, എന്നാൽ രാജാവിന് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. ഹല്ലേലൂയ! എന്തൊരു തീരുമാനം! നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങള്, പ്രത്യേകിച്ച് ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു അവസരമാണിത്. അന്നത്തെ ഏറ്റവും വലിയ ലോകത്തിലെ സാമ്രാജ്യ ശക്തിയായ ബാബിലോൺ സാമ്രാജ്യം, ഈ സാമ്രാജ്യത്തിന്റെ തലവനായ നെബൂഖദ്നേസറിനോട് കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക, സപ്പർ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആനന്ദം കൊടുക്കുന്ന കാര്യം. അപ്പൊ നമ്മുടെ നാളുകൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയോട് കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുവാൻ ഒരു ക്ഷണം നമ്മുടെ മക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രിയ മാതാപിതാക്കളെ, നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. കാരണം അത് നമുക്കൊരു വലിയൊരു അഭിമാനം തരുന്നൊരു കാര്യം. എന്നാൽ തന്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, തന്റെ ദൈവത്തോടുള്ള സമർപ്പണത്തെ പ്രതി ദാനിയേൽ തീരുമാനിച്ചു. എന്താണ് ദാനിയേൽ തീരുമാനിച്ചത്? രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ട്, അവൻ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് താൻ മലിനനാവുകയില്ല, താൻ അശുദ്ധനാവുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ദാനിയേലിനുണ്ടായിരുന്നു. ഹല്ലേലൂയ! മറ്റേ കൊട്ടാരത്തിൽ കടന്നു വന്ന മറ്റു യുവാക്കളെല്ലാം രാജാവിനോട് കൂടെ ഇരുന്ന് രാജാവിന് വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുമ്പോൾ ദാനിയേല് ആ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. അവൻ എന്താ പറഞ്ഞെന്നറിയോ? അവൻ പറഞ്ഞു, അതിനാൽ താൻ മലിനാകാതിരിക്കാൻ താൻ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നുവാൻ ദൈവം ഇടവരുത്തി. അങ്ങനെ 10 ദിവസക്കാലം ദാനിയേലും അവന്റെ കൂട്ടുകാരും സസ്യാഹാരം മാത്രം കഴിച്ചു. മറ്റു ചെറുപ്പക്കാരെല്ലാം തിന്നും കുടിച്ചും വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ അവന്റെ കൂട്ടുകാരും ദൈവത്തിന്റെ ഹിതപ്രകാരം അവർ ഈ സസ്യാഹാരം കഴിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയോ? വാക്യം 15 പറയാണ്, 10 ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു. ഹല്ലേലൂയ! ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും കരുതലും എന്ന് പറയുന്നത്. ദൈവം തനിക്ക് വേണ്ടി നിന്നവരെ എന്നും സംരക്ഷിക്കുവാൻ ശക്തനാണ് ദൈവമക്കളെ. ദാനിയേലും അവന്റെ കൂട്ടുകാരും തീരുമാനമെടുത്തു, ഞങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുകയില്ല. നമുക്കിവിടെ തോന്നാം,
ഇവിടെ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമെന്ന്? നിരക്കാത്ത കാര്യമുണ്ട്. കാരണം നെബൂഖദ്നേസർ രാജാവ് സത്യദൈവത്തെ അറിയാത്ത ഒരു വിജാതീയനാണ്. അവൻ കഴിച്ചിരുന്ന ആ വിഗ്രഹാർപ്പിത ഭക്ഷണവും അല്ലെങ്കിൽ അവൻ കഴിച്ചിരുന്ന വീഞ്ഞും അതൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹെബ്രായനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അത് അവന്റെ വിശ്വാസത്തിന് ചേർന്നതല്ല. ഒരിക്കലും ദാനിയേല് അവന്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. ഇതുപോലെ ഞാനും നിങ്ങളും എവിടെയായിരുന്നാലും നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കുന്നവരായി മാറണം. നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായി മാറണം. ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ദാനിയേലിന്റെയും അവരുടെ കൂട്ടുകാരുടെ മേൽ കർത്താവിന്റെ കരം വന്നു. അവർ കൂടുതൽ ഉണർവുള്ളവരായി, കരുത്തുള്ളവരായി, ആരോഗ്യമുള്ളവരായി, അത് രാജാവിന് വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചിരുന്ന ചെറുപ്പക്കാരേക്കാൾ മെച്ചപ്പെട്ടവരായി കണ്ടു. അതുകൊണ്ട് ദൈവം അവർക്കൊരു റിവാർഡ് കൊടുക്കുകയാണ്. ആരെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവോ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുവോ, അവർക്കെല്ലാം ദൈവം പ്രതിഫലം കൊടുക്കും. 17-ാമത്തെ വാക്യത്തിൽ പറയാ, ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ ഈ ദൈവിക ജ്ഞാനം ദാനിയേലിന് കിട്ടിയത്? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാൻ, ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുവാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നല്ല കാര്യം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം കർത്താവ് പറയുന്ന ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ദാനിയേലിന്റെ മേൽ ഇതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടത്? ഇതുപോലെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ അഭിഷേകമായി, ജ്ഞാനത്തിന്റെ ആത്മാവായി ദാനിയേലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വെളിപ്പെട്ടത്? കാരണം ദാനിയേൽ തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക മാത്രമല്ല, അവനൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിന്റെ മേൽ ജ്ഞാനം വസിക്കുകയില്ല. ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയപ്പെടണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിൽക്കണം. ദൈവത്തിന് പ്രസാദകരമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണം. ഇവിടെ ദാനിയേലിനെ നോക്കി ദൈവം സന്തോഷിക്കുകയാണ്. കാരണം ദാനിയേൽ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ആഗ്രഹിച്ചു. ഇന്ന് നമ്മുടെയൊക്കെ അനേകരുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നടക്കുകയാണ്. മനുഷ്യരുടെ കൈയടിക്ക് വേണ്ടി, മനുഷ്യർ നൽകുന്ന അംഗീകാരത്തിന് വേണ്ടി, മനുഷ്യർ പറയുന്ന നല്ല വാക്കുകൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാതെ മാനുഷിക പ്രീതിയുടെ പുറകെ നമ്മൾ പരക്കം പായുകയാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിന്റെ കരങ്ങൾ വെളിപ്പെടാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മളൊക്കെ നടക്കുകയാ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഗലാത്യക്കാർക്ക് ഇത് ലേഖനം അവിടെ 1-ാം അധ്യായത്തിൽ എന്താണ് പൗലോസ്ലീഹ പറഞ്ഞത്? കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. 10-ാം തിരുവചനത്തിൽ, ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. ലോകത്തിന് കയ്യടിയല്ല, ലോകത്തിന് ബഹുമതിയല്ല, ലോകത്തിന്റെ പ്രശംസയല്ല നമുക്ക് വേണ്ടത്. നമ്മെ കുറിച്ച് ദൈവത്തിന് സാക്ഷി നൽകാൻ പറ്റണം. നീ എന്റെ പൊന്നുമോന, നീ എന്റെ പൊന്നുമോള എന്ന് ദൈവത്തിന് നമ്മെ നോക്കി പറയാൻ പറ്റൂ. ദൈവത്തിന്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ നോക്കി ദൈവപിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങൾ നോക്കി ദൈവത്തിന് പറയാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും, ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും, ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ സ്വന്തമാക്കിയാലും ദൈവത്തിന്റെ അംഗീകാരം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ നോക്കി സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം തികച്ചും പരാജയത്തിന്റെ ജീവിതമാണെന്ന് ഇന്ന് കർത്താവിന്റെ വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ദൈവം തന്റെ ദാസനായ
ദാനിയേലിനെ നോക്കി 3 പ്രാവശ്യം, 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ദൈവം സാക്ഷ്യം പറഞ്ഞു. എന്താ ദൈവം സാക്ഷ്യം പറഞ്ഞെന്നറിയോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ദൈവം തന്റെ പ്രവാചകനോട് പറഞ്ഞു, നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. എന്തായിരുന്നു ആ വചനം? അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ദൈവം നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ ദാനിയേൽ പ്രവാചകൻ അടുത്തു വന്നുകൊണ്ട് പറയാ, ദാനിയേലേ, ദൈവം നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി വിശുദ്ധിയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നു. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ മക്കളായ നമ്മൾ വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയോട് ജീവിക്കുവാനാണ്. ഇന്ന് സഭയ്ക്ക് ആവശ്യം വിശുദ്ധരായ വ്യക്തികളെയാ. ഇന്ന് ലോകത്തിന് ആവശ്യം വിശുദ്ധരായ വ്യക്തികളെയാ. ഇവിടെ ദാനിയേൽ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവം പറയാ, അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. ദാനിയേൽ ഇങ്ങനെ വിളിക്കുന്നത് അവന്റെ സുഹൃത്തുക്കളല്ല, മിശായേൽ, അസ്രിയോ അല്ലെങ്കിൽ ഹനാനിയോ അല്ല, അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവല്ല, അല്ലെങ്കിൽ ആ ഷണ്ടന്മാരുടെ നായകനല്ല. ദാനിയേൽ ഇങ്ങനെ വിളിക്കുന്നത് സർവജ്ഞാനിയായ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനായ, ഒന്നുപോലും തന്റെ മുൻപിൽ മറിഞ്ഞിരിക്കാത്തവനായ ദൈവമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. ദൈവം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എന്റെ പൊന്നുമോനെ, എന്റെ ദാനിയേലേ. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മെ നോക്കിക്കൊണ്ട് ദൈവത്തിന് ഇതുപോലെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? എന്റെ പൊന്നുമോനെ സന്തോഷേ, നീ എനിക്ക് പ്രിയങ്കരനാണടാ എന്ന് ദൈവം എന്നെ കുറിച്ച് പറയുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇത് ദൈവം പറഞ്ഞില്ലെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. സമ്പത്തുണ്ടാക്കലല്ല, ഈ ലോകത്തിന് നേട്ടങ്ങൾ സ്വന്തമാക്കലല്ല, ഈ ലോകത്തിന് നൽകുന്ന കാര്യങ്ങൾ കരസ്ഥമാക്കലല്ല, എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇവിടെ ദൈവം വീണ്ടും വിളിച്ചു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. വീണ്ടും വചനം പറയാണ് 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ, അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. 3 പ്രാവശ്യം ദൈവം സാക്ഷ്യപ്പെടുത്തുകയാ, ദാനിയേലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന്റെ അംഗീകാരം, ദൈവത്തിന്റെ സാക്ഷ്യപത്രം ദാനിയേലിന് ലഭിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്കും ഇതുപോലെ എവിടെയും, നമ്മൾ എവിടെ നിന്നാലും എവിടെയായിരുന്നാലും ദൈവത്തിന് പ്രസാദകരമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവത്തിന് അനുഗ്രഹമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തിന്റെ അംഗീകാരമാണോ? ഏതാ നമുക്ക് ആവശ്യം? നമുക്ക് കുറെ പേർക്ക് അനുഗ്രഹമാണ് വേണ്ടത്. നല്ല കാര്യം, ദൈവം അത് തരും, ഒരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച മിക്കവർക്കും ദൈവത്തിന് അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാൽ ദൈവത്തിന് അംഗീകാരം ലഭിച്ച സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് അനുഗ്രഹത്തെക്കാൾ ഉപരി ദൈവം നൽകുന്ന അംഗീകാരത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുക. നമ്മൾ പാടുന്നില്ലേ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ഈ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് നമ്മുടെ മേൽ വന്ന് വീഴുവാൻ വേണ്ടി തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, പൗലോസിനെ പോലെ, ദാനിയേലിനെ പോലെ, നമ്മുടെ കർത്താവായ യേശുവിനെ പോലെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിന് പ്രസാദം കൊടുക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സന്നിധിയിൽ ഞാൻ
ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ ഏറെ ഒരുക്കമുള്ള ഹൃദയമുള്ളവരായി ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. പരിശുദ്ധമായ കുർബാനയിൽ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിക്കൊണ്ട് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാം തിരുവചനത്തിലൂടെ ഇന്ന് പഠിച്ചു. പ്രവാചകനായ ദാനിയേലിന്റെ ജീവിതം കണ്ടുകൊണ്ട് ദൈവം പറഞ്ഞു, ദാനിയേലേ, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളും ഇതുപോലെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതങ്ങളായി മാറ്റപ്പെടുവാനുള്ള ആ വലിയ അഭിഷേകം നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മനുഷ്യർ നൽകുന്ന കയ്യടിയോ മനുഷ്യരുടെ മറ്റ് നല്ല വാക്കുകളോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ നേട്ടങ്ങളോ ഈ ലോകം നൽകുന്ന മറ്റു മാന്യതകളിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന പരിശുദ്ധമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായും അഭിഷേകത്തിൽ നിറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ മനുഷ്യരുടെ പ്രീതിയല്ല അന്വേഷിക്കുന്നത്, അടുത്തായാലും അകലെയായാലും എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മളും കർത്താവിനെ സന്തോഷം നൽകുന്ന, കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ജീവിതത്തിന്റെ ഉടമകളായി മാറുവാൻ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുകയാ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിൽ യാചനപ്പുറം നീട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ പകരണമേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് പകരണമേ, ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലേക്ക് പകരണമേ. മനുഷ്യരുടെ പ്രീതിക്കായിട്ടല്ല, ദൈവത്തിന്റെ അംഗീകാരം, ദൈവത്തിന്റെ പ്രീതിക്കായി അധ്വാനിക്കുന്നവരായി നിലകൊള്ളുന്നവരായി ഞങ്ങളെല്ലാവരും മാറ്റപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ച് ഏറെ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. വിശ്വസിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. കർത്താവെ, എല്ലാ തലങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പ്രവാചകന്മാരെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധരെ പോലെ ഈ കാലഘട്ടത്തിന് അഭിഷേകം സ്ഥാപിച്ച് കർത്താവെ, എവിടെയും നിന്റെ നാമത്തെ ഉയർത്തുവാൻ, നിനക്ക് പ്രസാദകരങ്ങളായ ജീവിതങ്ങളായി മാറ്റപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.